Hi friends, welcome to Spices and Flavours. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ഒതൻറ്റിക് റെസിപ്പിയാണ് മട്ടൺ വരട്ടിയത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഗീ റൈസിൻ്റെ കൂടെയോ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഡെലീഷ്യസ് മട്ടൺ വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ മട്ടൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് കറിവേപ്പില, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഗരം മസാല, 7 വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ കൊത്താണ്. പിന്നെ ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ സവോള മീഡിയം സൈസായിട്ട് അരിഞ്ഞെടുത്താണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ഗ്ലാസ് കോക്കനട്ട് മിൽക്ക്, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ മുളക് പൊടി. ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ മട്ടൺ വരട്ടിയതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ ഞാൻ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പെരുംജീരകം, കുരുമുളക് ഇതെല്ലാം കൂടി ചതച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഈ മട്ടണിലേക്ക് പകുതിയാണ് മിക്സ് ചെയ്യേണ്ടത്. പകുതി നമുക്ക് മട്ടൺ വരട്ടിയെടുക്കുന്ന സമയത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ഉലുവയും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലിട്ട് മീഡിയം ഫ്ലെയിമിൽ 4 വിസിലാണ് അടുപ്പിക്കേണ്ടത്. നമ്മുടെ കുക്കറിൽ ഇപ്പോൾ 4 വിസിൽ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രഷറെല്ലാം പോയിട്ട് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. മട്ടൻ ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വിസിലടിക്കേണ്ട ആവശ്യമില്ല. 4 വിസിലായിട്ടും വേവായിട്ടില്ലെങ്കിൽ നിങ്ങൾ 1 വിസിലും കൂടി അടുപ്പിച്ചാൽ മതി. നമുക്കിനി മട്ടൺ വരട്ടിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കറിവേപ്പില ചേർക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോക്കനട്ട് പീസസ് കൂടി ചേർത്തിട്ട് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ലൈറ്റ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. സ്ലൈറ്റായിട്ട് ലൈറ്റ് ബ്രൗൺ കളറായാൽ മതി. എന്നിട്ട് നമുക്കതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി, കുരുമുളക്, പെരിഞ്ജീരകത്തിൻ്റെ മിക്സ്ചറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ റോ സ്മെല്ല് പോകുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇപ്പോൾ അതിൻ്റെ റോസ് മില്ലൊക്കെ പോയി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുകയാണ്. പൊടികളൊക്കെ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലിടാൻ മറക്കരുത്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കണം.
നമ്മുടെ പൊടികളെല്ലാം ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ചേർക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് മട്ടൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിൽ നന്നായി വറ്റിച്ചെടുക്കണം. മട്ടൻ ഇവിടെ നന്നായി കളറൊക്കെ ചേഞ്ചായി ഒരു ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ മട്ടൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1/2 ഗ്ലാസ് കോക്കനട്ട് മിൽക്ക് ചേർക്കുന്നത്. കോക്കനട്ട് മിൽക്ക് ചേർത്തിട്ട് നന്നായി നമുക്ക് ആ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കോക്കനട്ട് മിൽക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. നല്ല ഡ്രൈ ആയി കിട്ടണം. ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഗ്രേവി വറ്റിച്ചെടുക്കുകയാണ്. കോക്കനട്ട് മിൽക്കിൽ മട്ടൺ കുക്കായിട്ട് വരുമ്പോൾ അത് ഭയങ്കര ഡെലീഷ്യസ് ആണ്. നമുക്ക് കോക്കനട്ട് മിൽക്ക് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഭാഗം സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മുടെ ഗ്രേവി എല്ലാം വറ്റി നന്നായി ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. മട്ടനിൽ ആ കോക്കനട്ട് മിൽക്കും സ്പൈസസും എല്ലാം മിക്സായി നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു ഐറ്റമാണിത്. ട്രൈ ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. നല്ലൊരു റെസിപ്പി ആയിട്ട് ഇനിയും കാണാം. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.